ചെയ്യാനായി. അപ്പം എല്ലാവരും അറിയാം, ഇതിന്റെ പേര് അലിയാണ്. ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സ് അരീക്കോട് 2009 മുതൽ അരീക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓൺലൈൻ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഫോർമ CCTV സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് CCTV മെയിൻ്റനൻസ് ആൻഡ് സർവീസ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ്. അതുപോലെ തന്നെ പിന്നെ പുതിയ വീടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എവിടെ CCTV വെക്കണം, ഏതൊക്കെ പൊസിഷൻ വെച്ചാൽ കൃത്യമായി കിട്ടുക എന്ന് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം ഡിസൈനിങ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് CCTV ക്യാമറ വെക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും CCTV ക്യാമറ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്, അതായത് മോഡലിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൗഡിക്ക് വേണ്ടി വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല CCTV ക്യാമറ എന്ന് പറഞ്ഞാൽ അതുപോലെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് CCTV ക്യാമറ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വീട് എടുക്കുമ്പോൾ അതിന്റെ പ്രധാനമായ സാധനമാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്ന പോലെ CCTV ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ കേബിളിംഗ്. ഈ കേബിളിംഗ് പ്രോപ്പർ അല്ലാതെ നമ്മൾ എത്ര വലിയ ക്യാമറ, എത്ര ക്വാളിറ്റിയുടെ ക്യാമറ പക്ക ക്വാളിറ്റി കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒരു ക്യാമറ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കേബിളിംഗ് പക്ക നല്ല ക്വാളിറ്റിയിലെ പൈപ്പിൽ നല്ല ക്വാളിറ്റിയിലെ കോപ്പർ കേബിൾ ഉപയോഗിച്ച് ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യമായി CCTV ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ക്യാമറ വെക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയിലെ ക്യാമറ സെലക്ട് ചെയ്യുക. മാർക്കറ്റിൽ പല ടൈപ്പ് ക്യാമറകളുണ്ട്, ബേസ് മോഡൽ ക്യാമറകൾ വരെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ക്യാമറ വെക്കുന്ന സമയത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ക്യാമറ വെച്ചാൽ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ക്യാമറ നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച്, ചില ആളുകൾക്ക് ജസ്റ്റ് കണ്ടാൽ മതിയോ, ചില ആളുകൾക്ക് നമ്പർ പ്ലേറ്റ് കാണണം, ചില ആളുകൾക്ക് ആ റൂം മൊത്തം കാണണം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഒരു ക്യാമറ ഡിസൈൻ ചെയ്യുക. ഏത് ക്യാമറ ഏതൊക്കെ പൊസിഷനിൽ വെക്കണം, ഏതൊക്കെ ക്യാമറ ഏതൊക്കെ പൊസിഷനിൽ വെച്ചാൽ അതിന് കൃത്യമായ ക്ലാരിറ്റി ക്വാളിറ്റി കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്നെങ്കിൽ നിങ്ങളുടെ ക്യാമറ പിന്നെ നിങ്ങൾക്ക് എത്ര ഓഫീസുകൾ ഉണ്ടെങ്കിലും ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട്, ഇന്ത്യക്ക് പുറത്താവട്ടെ എവിടെ ക്യാമറ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒറ്റ പൊസിഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു സോളാർ ക്യാമറയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചില ആളുകൾ നാട്ടിലില്ലാതെ വീട് പണി എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് പുറത്തെ സൈറ്റിൽ വർക്കുകൾ നടക്കുന്ന സൈറ്റുകളൊക്കെ കറണ്ട് ഇല്ലാതെ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ അപ്പൊ ഇത് ഒരൊറ്റ ക്യാമറ ആണ്, പക്ഷെ ഡബിൾ വ്യൂ ആണ്. ഒരു വ്യൂ സ്റ്റഡി ആയിട്ട് നിൽക്കും, മറ്റൊരു വ്യൂ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. നമ്മൾ ചെയ്തൊരു സേഫ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് കറണ്ട് ഒന്നും വേണ്ട, സോളാർ ആണ് ഈ സിസ്റ്റം. സോളാർ വെച്ചിട്ട് നമ്മൾ അതിലൊരു മെമ്മറി ഇടും, അതേപോലെ ഒരു സിം ഇടും. ഈ സിം വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ ഇത് കറക്റ്റ് കൺട്രോൾ ചെയ്യാം. പ്ലസ് നമുക്ക് സൈറ്റിൽ നിന്ന് ആളുകളുമായിട്ട് സംസാരിക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു ക്യാമറയാണ് ഈ ക്യാമറ. അതുപോലെ HD ക്യാമറ എന്ന് പറഞ്ഞാൽ, HD ക്യാമറ സാധാരണ എല്ലാവരും വെക്കാം, കാരണം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് HD ക്യാമറ. HD ക്യാമറയിലെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ HD ക്യാമറ നമുക്ക് വീഡിയോ തരുന്നത് എങ്ങനെ വെച്ചാൽ, ആ HD ക്യാമറനെ അനലോഗ് കേബിളിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാമറ ആദ്യം അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് DVR-ലേക്ക് എത്തുമ്പോൾ വീണ്ടും HD-ലേക്ക് കൺവേർട്ട് ചെയ്ത് രണ്ട് കൺവേർട്ടിങ് നടന്നതിന് ശേഷം നമുക്ക് ആ വിഷ്വൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ HD ക്യാമറ ആ പറയുന്ന ക്ലാരിറ്റി പക്ക നമുക്ക് ചിലപ്പോൾ ഡിസ്പ്ലേയിൽ കിട്ടിയെന്ന് വരില്ല. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ക്യാമറ ഡോം ക്യാമറ. ഇതും ബുള്ളറ്റ് ക്യാമറ, കളർ ക്യാമറ, അങ്ങനെ പല ടൈപ്പ് ക്യാമറ ഉണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നൊരു ക്യാമറ ഉണ്ട്, ഹൈബ്രിഡ് ക്യാമറ. ഹൈബ്രിഡ് ക്യാമറ എന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളെ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ ക്യാമറ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്യാമറനെ രാത്രിയിൽ ആളുകൾ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ലൈറ്റ് കത്തും, കളറാക്കാം. ആ ക്യാമറ ഉള്ളത് അറിയില്ല, ആൾ വരുന്ന സമയത്ത് കളറാക്കാൻ പറ്റും. അതേപോലെ സൗണ്ട്, ആളുകൾ വരുന്ന നമുക്ക് അതിലൊരു സൗണ്ട് അലാറം അടിക്കാൻ പറ്റും. ഇങ്ങനെ കുറെ ഫീച്ചേഴ്സുകളില്ല, നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കാവുന്ന ക്യാമറകളാണ് പിന്നെ HD ക്യാമറ. ഇനി അടുത്തൊരു സാധനമാണ് ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ. ഈ ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു TV ആണ്, പക്ഷെ TV അല്ല. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതേപോലെ പ്രൊജക്ടുകൾ ചെയ്യാം, ക്യാമറ ചെയ്യാം. നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്കൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് ബോർഡായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില ഓഫീസുകളിലൊക്കെ നമ്മളെ സ്റ്റാഫ് ആയിട്ട് ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടൂല, ചിലപ്പോൾ ഫോൺ എടുക്കൂല. ഇങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ ഇത് ആവശ്യം വരും. നമ്മൾ വേഗം ക്യാമറ ഓൺ ആക്കുക, അവരോട് ക്യാമറയിലൂടെ ഓൺ ആക്കുക, എന്താ ഫോൺ എടുക്കാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ പിന്നെ ഇത്ര ക്യാമറയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. അത് നമ്മൾ ഇന്ററാക്റ്റീവ് പാനൽ
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് സ്കൂളുകളിൽ കോളേജുകൾക്കൊക്കെ കാര്യമായിട്ട് ഇന്ററാക്റ്റീവ് പാനൽ ആവശ്യം വരിക. അതുമായിട്ട് കണക്ട് ചെയ്ത ആവശ്യം നമുക്ക് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.